അശ്വതി, ഭരണി, കാർത്തിക, ഉത്രം, അത്തം, ചിത്തിര, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അതിപ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നതും ഇതുവരെയുള്ള ജീവിതകാലത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ഒരു ദിവസവുമാണ്. കാരണം പലപ്പോഴും ജ്യോതിഷപരമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ചില പ്രത്യേക രാശിക്കാർക്കും ചില പ്രത്യേക നക്ഷത്രക്കാർക്കും മാത്രമായിരിക്കും ആ ഒരു സമയത്ത് മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ 26-ാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൽ ഏറ്റവും അധികം മാറ്റങ്ങൾ വരുവാൻ പോകുന്നതും ഈ 9 നക്ഷത്രക്കാർക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും സ്വാധീനം മനുഷ്യ ജീവിതത്തിലേക്ക് ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ദോഷകരമായിരുന്നാലും ഗുണകരമായിരുന്നാലും അതിൻ്റെ ഫലങ്ങൾ വളരെയധികമായിരിക്കും. അത്തരത്തിൽ ഒരു സമയമായിട്ടാണ് ഈ സെപ്റ്റംബർ 26-ാം തീയതി കണക്കാക്കപ്പെടുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കും ഈ ഒരു ദിവസം നടക്കുവാനിരിക്കുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ 26-ാം തീയതി വെള്ളിയാഴ്ച ഈ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സെപ്റ്റംബർ 26-ാം തീയതി 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കും ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും സ്വാധീനം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത് ചന്ദ്രമംഗളയോഗമാണ്. ഈ ചന്ദ്രമംഗളയോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ചില കാര്യങ്ങൾ അതിവിശേഷമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ സെപ്റ്റംബർ 26-ാം തീയതി വെള്ളിയാഴ്ച ചന്ദ്രമംഗളയോഗം സിദ്ധിക്കുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിയിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് സംഭവിക്കുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇനി ജീവിതത്തിൽ തരണം ചെയ്യേണ്ട ചില സാഹചര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ഭയന്ന് ഇനി എന്തു ചെയ്യണമെന്നുള്ള ഒരു നിഗമനത്തിൽ എത്തുവാൻ പോലും കഴിയാതെ വളരെയധികം മാനസിക സംഘർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് ജീവിതത്തിൽ നിരന്തരം പല വിധത്തിലുള്ള പ്രതിസന്ധികളും ദുരിതങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ മാനസിക ധൈര്യം വരെ ഇപ്പോൾ ചോർന്ന അവസ്ഥയിലാണ് ഉള്ളത്. അത്തരത്തിലുള്ള അശ്വതി, ഭരണി, കാർത്തിക ഉൾപ്പെടുന്ന മേടം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ ധൈര്യം വർദ്ധിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം വളരെ വ്യക്തതയോടെയും കർത്തവ്യബോധത്തോടെയും പൂർത്തീകരിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത്. ഒപ്പം തന്നെ ഈ സെപ്റ്റംബർ 26-ാം തീയതി മേടം രാശിയിൽ പിറന്ന ചില വ്യക്തികൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില നേട്ടങ്ങൾ സമ്മാനിക്കുകയും നിങ്ങൾക്ക് ചില ഗുണകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള യോഗത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് മനസമാധാനം ലവലേശം അനുഭവിക്കുവാൻ കഴിയാതെ ഇപ്പോൾ ജീവിതം എങ്ങനെയൊക്കെയോ തള്ളി നീക്കുന്ന ചില വ്യക്തികളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടും ദാമ്പത്യ ജീവിതത്തിലെ തകർച്ച കൊണ്ടും പല സമയങ്ങളിലും നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പുറത്ത് പറയുവാൻ പോലും കഴിയില്ല എന്നതാണ് സത്യം. കാരണം അത്രയേറെ മനസ്സ് നീറി പല സമയത്തും ജീവിതം വരെ അവസാനിപ്പിക്കുവാനായി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചന്ദ്രമംഗളയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം
പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന തരത്തിലുള്ള ഒരു അനുഭവത്തിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്നത് എങ്കിലും ഈ സെപ്റ്റംബർ 26 ചന്ദ്രമംഗളയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ ആ പ്രശ്നങ്ങളിൽ നിരവധി പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ കഴിയുകയും നിങ്ങൾക്ക് കൂടുതൽ സമാധാനവും സന്തോഷവും കുടുംബത്തിൽ ഐക്യവും അനുഭവിച്ചറിയുവാനും കഴിയും. അതുമാത്രമല്ല, സാമ്പത്തിക മേഖലയിലും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് മേടം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ചന്ദ്രമംഗളയോഗം സിദ്ധിക്കുന്നതോടെ പല വിധത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് സർക്കാർ ജോലിക്ക് വേണ്ടിയൊക്കെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ചന്ദ്രമംഗളയോഗം സിദ്ധിച്ച് ഉടനെ തന്നെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം കാണുവാൻ കഴിയും. ഇത് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരു ഉന്നമനത്തിനും നിങ്ങളുടെ കുടുംബത്തെ തന്നെ ഒരു പുരോഗതിയിലേക്ക് എത്തിക്കുവാനും പോകുന്ന കാര്യമായിരിക്കും. അതുമാത്രമല്ല, പല മേടം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഒരു ദിവസം ചില ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഒരുമിച്ച് ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയും. എങ്ങനെ നോക്കിയാലും ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങൾ എടുക്കുവാൻ പോകുന്ന തീരുമാനങ്ങളും നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ വരുന്ന കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് ഗുണകരമായ ഫലങ്ങളായിരിക്കും നൽകുവാൻ പോകുന്നത്. മാത്രമല്ല, ചില വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ചില സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നുണ്ട്. ഇനി നിങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി പറയുവാനാണെങ്കിലും ഈ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതി മേടം രാശിക്കാരിൽ നിലനിൽക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് പോലും ആരോഗ്യ പ്രശ്നങ്ങൾ ശമിച്ച് ആരോഗ്യസ്ഥിതി മികച്ച രീതിയിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന സമയം കൂടിയായിരിക്കും. ഒപ്പം തന്നെ ചില മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച ചില ദൂരയാത്രകൾ ചെയ്യേണ്ടി വരികയും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന ആ യാത്രയിലൂടെ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തുകൊണ്ടും മേടം രാശിക്കാരുടെ കൈക്കുമ്പിളിലേക്ക് വളരെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ വന്നെത്തുന്ന തരത്തിലുള്ള അനുഭവമായിരിക്കും ഈ ചന്ദ്രമംഗളയോഗത്താൽ വന്നു ചേരുവാൻ പോകുന്നത്. ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച ചന്ദ്രമംഗളയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എങ്കിലും അതെല്ലാം മറന്ന് ജീവിതത്തിൽ സന്തോഷിക്കുവാനും പല വിധത്തിലുള്ള ഗുണകരമായ കാര്യങ്ങളും ജീവിതത്തിൽ കാണുവാനുമുള്ള ഭാഗ്യമായിരിക്കും ഈ ഒരു സമയത്ത് വന്നെത്തുവാൻ പോകുന്നത്. ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ പറ്റി പറയുവാനാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള ചില വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയും കുടുംബ പ്രശ്നങ്ങളിലൂടെയും സമാധാനമില്ലാത്ത പല വിധത്തിലുള്ള കാര്യങ്ങളിലൂടെയുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എങ്ങനെയെങ്കിലും കുടുംബത്തെ ഒരു ഉന്നമനത്തിലേക്ക് എത്തിക്കുവാനും ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുവാനും നിങ്ങൾ ശ്രമിക്കും തോറും വീണ്ടും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ അധികരിക്കുന്ന തരത്തിലുള്ള സാഹചര്യമാണ് പലപ്പോഴും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. എന്നാൽ ഈ ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും സ്വാധീന ഫലമായി നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ചന്ദ്രമംഗളയോഗം ഇനി അങ്ങോട്ട് നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളിലും
നിങ്ങൾക്ക് ഭാഗ്യമായിരിക്കും സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച കന്നി രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ചില പ്രത്യേക പരീക്ഷകളിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ചില പ്രത്യേക ഇൻ്റർവ്യൂവിന് വേണ്ടി പങ്കെടുക്കുവാനുമൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. അതായത് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു വഴിത്തിരിവാകുവാൻ പോകുന്ന ഒന്നായിരിക്കും. നിങ്ങളുടെ പരിശ്രമമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രമിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടുവാനുള്ള ഒരു വഴി തന്നെയായിരിക്കും ഇത്. അതിനാൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ഈ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച ഇറങ്ങിത്തിരിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ധൈര്യത്തോടെ തന്നെ ആ ഒരു കാര്യത്തെ നേരിടാവുന്നതാണ്. നിങ്ങൾക്ക് അതിലൊരു വിജയം കാണുവാൻ കഴിയും എന്നുള്ളതിൽ സംശയമേ വേണ്ട. ഒപ്പം തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ചില കന്നിരാശിക്കാർക്ക് ഈ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങളുടെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന വീട് പണി വരെ വളരെ പെട്ടെന്ന് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുമുള്ള പല കാര്യങ്ങളും ഈ ഒരു ദിവസം ചെയ്യുവാനുള്ള യോഗവും കാണുന്നുണ്ട്. വീട് പണി എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കാര്യതടസ്സം നേരിട്ടിരുന്നതിനാൽ പല വിധത്തിലും മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങളുടെ തടസ്സം നീങ്ങി അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗമാണ് കന്നിരാശിക്കാരിൽ കാണുന്നത്. സാമ്പത്തിക സ്ഥിതിയെ പറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ചില ധനവരവുകളും ചില അപ്രതീക്ഷിത ധനനേട്ടങ്ങളും കന്നിരാശിക്കാർക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിരുന്നിട്ട് പോലും നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടാതിരുന്ന ചില തുകകൾ ലഭിക്കുകയും ഒപ്പം തന്നെ കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില നിയമക്കുരുക്കുകൾ മാറി നിങ്ങളുടെ കൈകളിലേക്ക് ഒരു വലിയ തുക ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ഒരു ദിവസം ചില വ്യക്തികൾക്ക് ഉണ്ടാവും. മാത്രമല്ല, വസ്തുവിൽപ്പന, വസ്തുവാങ്ങൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങളും ഈ ഒരു സമയത്ത് കന്നിരാശിക്കാരിൽ നിന്ന് ഇല്ലാതാകും. പൊതുവെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മികച്ച ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും എല്ലാം വന്നു ചേരുന്ന തരത്തിലുള്ള ഒരു സമയമായിരിക്കും ഈ ചന്ദ്രമംഗളയോഗം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത്. ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച ചന്ദ്രമംഗളയോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും ചില ശുഭകരമായ അനുഭവങ്ങളും കാണുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കൊണ്ട് തികച്ചും ഭാഗ്യമില്ലാത്തവരാണ് എന്ന് സ്വയം പഴിക്കുന്നവരാണ് ഭൂരിഭാഗം കുംഭം രാശിക്കാരും. കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ അത്രയധികം ദുഃഖങ്ങളും പരാജയങ്ങളുമാണ് സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോഴും ജീവിതത്തിൽ അത്രയധികം കഷ്ടതകളിലൂടെയാണ് പല വ്യക്തികളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അധ്യായം കാണുന്നവരിൽ തന്നെ പല ആളുകളും കടത്തിനുമേൽ കടവും കിടപ്പാടും പോലും നഷ്ടപ്പെടുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും ജീവിതത്തിൽ പലരിൽ നിന്നുമുള്ള ഒറ്റപ്പെടുത്തലുകളുമെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ചുരുക്കി പറഞ്ഞാൽ, പലപ്പോഴും നിങ്ങളെ ഒന്ന് സഹായിക്കുവാനായി ആരുമില്ലാതെ നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് മഹാഭാഗ്യമായാണ് ചന്ദ്രമംഗളയോഗം വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും ചില നിയമ നടപടികൾ വരെ എത്തി നിന്നിരുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും കഴിയും. മാത്രമല്ല, ഈ ഒരു ദിവസം നിങ്ങളെടുക്കുന്ന ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ
കുംഭം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും. കാരണം മക്കൾ മുഖേന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില മാറ്റങ്ങളുണ്ടാകും. മാത്രമല്ല, മക്കളുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ അത്രയധികം ആഗ്രഹിച്ചവ തന്നെയായിരിക്കും. ഇനി ഈ കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളുടെ ആരോഗ്യ കാര്യങ്ങളിലാണെങ്കിലും ഏറ്റവും മികച്ച ഒരു സമയം തന്നെയായിരിക്കും ഈ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ചയോടെ വന്നു ചേരുന്നത്. ഇനി സാമ്പത്തിക മേഖലകളിലാണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ഉന്നമനം ഈ ഒരു ചന്ദ്രമംഗള യോഗത്താൽ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ചില കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വാഹനയോഗവും ഈ ഒരു ദിവസം കാണുന്നുണ്ട്. അതിനാൽ തന്നെ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു ദിവസം ഏറ്റവും ഉത്തമമാണ്. ഇനി ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു ദിവസം പ്രധാനപ്പെട്ട ചില പരീക്ഷകൾ എഴുതുവാനും ചില ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനുമായി തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കുംഭം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസത്തോടെ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങാവുന്നതാണ്. കാരണം ഭാഗ്യം വളരെയധികം നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ തന്നെ പൂർണ്ണ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ചന്ദ്രമംഗളയോഗം അതിശക്തവും ഗുണകരവുമായ നിരവധി മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ സൃഷ്ടിക്കുവാൻ പോകുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.